ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തു ത്വാഹ 118 മുതൽ 120 വരെയുള്ള 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. ഇന്നലക, ഇവിടെ നൂൻ മുശദ്ദദയെ മണിക്കണം. 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ഉന്നത്ത് കൊടുക്കണം. ഇന്നലക ലക അല്ലാ തജൂഅ ഫീഹ. ഇതിലെല്ലാം തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഒന്നിനും തഫ്ഖീമില്ല. എല്ലാം കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്നും ഒഴിഞ്ഞുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. ഇന്നലക അല്ലാ തജൂഅ ഫീഹ വലാ തഅറ. റായിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. വലാ തഅറ. എന്നാൽ ഇവിടെ വന്ന പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഹൽക്കിൻ്റെ ഹർഫായ ഐന്, അത് അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് വരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രകാരം എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യണം. വഅന്നക, ഇവിടെയും നൂൻ മുശദ്ദദ വന്നു. ഷദ്ദുള്ള നൂനിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കുക. വഅന്നക ലാ തഗ്മഉ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ലാ തഗ്മഉ, വാഇന് മാത്രമേ തഫ്ഖീം വരാവൂ എന്നത് ശ്രദ്ധിക്കുക. വാഇനെ തഫ്ഖീം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തൊട്ടു മുമ്പിലുള്ള തായിന് തഫ്ഖീം വരുന്നത് സൂക്ഷിക്കണം. ത്വ എന്നായി പോലെ ശേഷമുള്ള മീമിനും തഫ്ഖീം വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലാ തഗ്മഉ ഫീഹ വലാ തദ്ഹ. ദ്വാദ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ മഖ്റജ് നാവിൻ്റെ അരുനീളത്തിൽ, സൈഡ് മൊത്തത്തിൽ നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ നേരത്തെ ലാ തഗ്മഉ എന്ന് പറഞ്ഞപ്പോൾ ദ്വാദിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ മറ്റൊരു മഖ്റജിൽ നിന്നും ഉത്ഭവിക്കുന്ന അക്ഷരമാണ്. വാഇൻ്റെ മഖ്റജാവട്ടെ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗം മേലെ മുൻപല്ലും ചേർത്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇവ രണ്ടും പരിശീലിക്കുവാൻ പറ്റിയ ഒരു വചനം കൂടിയാണിത്. വാഉം ദ്വാദും. വഅന്നക ലാ തഗ്മഉ ഫീഹ വലാ തദ്ഹ. ദ്വാദിന് തഫ്ഖീമുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തിഅലാഇൻ്റെ 7 ഹർഫുകളിൽ പെട്ടതാണ്. വലാ തദ്ഹ. ഫവസ്വസ, ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം വാവ് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം എന്നതാണ്. നേരത്തെയും വാവ് ഉച്ചരിച്ചിട്ടുണ്ട്. എല്ലാ വാവും വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്നാണ് ഉച്ചരിക്കേണ്ടത്. 2 ചുണ്ടുകൾ വൃത്താകൃതിയിലായിരിക്കും വാവ് ഉച്ചരിക്കുമ്പോൾ. ഫവസ്വസ, ഇവിടെ ഫാവും ശേഷം വാവുമാണ്. ഫ ആണെങ്കിൽ താഴെ ചുണ്ടിൻ്റെ മധ്യവും മേലെ മുൻപല്ലിൻ്റെ അഗ്രവുമാണ് ഫഇൻ്റെ മഖ്റജ്. എന്നാൽ വാവ് പൂർണ്ണമായും 2 ചുണ്ടുകൾ വൃത്താകൃതിയിലാക്കിക്കൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഫവസ്വസ, ആവർത്തിച്ച് പറഞ്ഞ് ശരിയാക്കുക. ഫവസ്വസ ഇലൈഹി അശ്ശൈത്താൻ. ഈ പദത്തിൽ ത്വാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമുണ്ട്. തടിപ്പിച്ച സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഫവസ്വസ ഇലൈഹി അശ്ശൈത്താനു ഖാല എന്ന് പറയുമ്പോഴും ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഫവസ്വസ ഇലൈഹി അശ്ശൈത്താനു ഖാല യാ ആദം. ഈ ദീർഘങ്ങളൊക്കെയും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളെ ദീർഘിപ്പിക്കുകയാകയാൽ തർക്കീഖാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.
യാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. അലിഫിന് 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘം നൽകണം. യാ ആദമു ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ്. അദുല്ലുക എല്ലാ അക്ഷരങ്ങളും കൃത്യമായി വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. തർക്കീഖിൻ്റെ ഹർഫുകളാണ്, ഒന്നിനും തഫ്ഖീമില്ല. ഹൽ അദുല്ലുക, ഇവിടെ ഹംസ വ്യക്തമാവാതെ ഹൽ അദുല്ലുക എന്ന് പറയും പലരും. തെറ്റാണ്, അങ്ങനെ പറയുന്നത്. ഹൽ അദുല്ലുക അല്ല, ഹൽ അദുല്ലുക. ഹംസ വ്യക്തമാക്കുക. ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദ്. റായിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. ഷജറത്തി അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. അൽ ഖുൽദി എന്ന് പറയുമ്പോൾ ഖാഉം തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. നിസ്ബിയ തഫ്ഖീമാണ്, ളമ്മായതുകൊണ്ട്. അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. ലാ യബ്ല എന്ന് പറയുമ്പോൾ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കേണ്ടതാണ്. വമുൽകിൻ ലാ യബ്ല. വമുൽകിൻ എന്നതിലെ തൻവീനിനെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കേണ്ടതാണ്. ഇദ്ഗാം ബിഗൈരി ഗുന്ന. വമുൽകിൻ ലാ യബ്ല. أعوذ بالله من الشيطان الرجيم. إن لك ألا تجوع فيها ولا تعرى وأنك لا تظمأ فيها ولا تضحى. فوسوس إليه الشيطان قال يا آدم هل أدلك على شجرة الخلد. قال يا آدم هل أدلك على شجرة الخلد وملك لا يبلى.